ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു, ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഒരു നല്ലൊരു സെറ്റപ്പിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്നൊരു സ്പേസിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാനങ്ങനെ ഒരു മെത്തഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അഗ്ലി സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നിഖില മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിലും നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ, ആ കഥയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ വിനയ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ചെയ്യാവാതെ ദാറ്റ് ഈസ് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നല്ല, ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായനാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ ഗായനാക്കി ഇയാളുടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാരെ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇതിന് നമുക്ക് ഒരു കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ഫൈൻ, നോട്ട് ആൻ ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അഡ്രലീൻ സ്പേസിനാണ്, എന്നാൽ അതിൽ അഭിനയം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ്. എൻ്റെ കംഫേർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഇപ്പോൾ ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. അങ്ങനെ താങ്ക് യു. ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല എന്നാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ പൈസ, എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണം എന്നാണ് അതെൻ്റെ ഒരു ഇറ്റ്സ് മൈ റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് അത് എൻ്റെ ഒരു ബേസിക് മാന്യത. പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, ഇതെൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറിനും. അതെല്ലാം എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. ഐ തിങ്ക് അത് ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. ഇത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഇതിലൊരു റൂൾ ബുക്കില്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിഖില, എല്ലാവരും ആക്ടിങ് വാട്ട് എവർ ഇറ്റ്, ഏത് പ്രൊഫഷനാണെങ്കിലും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ്. പിന്നെ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ബിക്കോസ് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കാലങ്ങളായിട്ട്, ഒരു 5 വർഷമായിട്ട് ഇപ്പോൾ തന്നെയാണ്. സോ ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നല്ലോ പറയുന്നത്. പറഞ്ഞതുപോലെ അവരൊരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ്
എൻ്റെ ജനറലി ഉള്ളൊരു, എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടോ എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നതിൽ നല്ലത് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. പൈസ കിട്ടണില്ല എന്ന് പറയുമ്പോഴാണ് നീ സിനിമ ചെയ്യുന്നത്. ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്, പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഐ മീൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുകയാണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്കത് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.